ഒക്കെ ദേശി ടസറിൻ്റെ ബേസ് കളറിലൊക്കെ വന്നിരിക്കുന്ന അതേ പാറ്റേൺ അതേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നമുക്കിപ്പം ഈ ഒരു ഒക്കേഷൻ, അതായത് ഒരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, പിന്നെ നമുക്ക് ഈ പാഷൻ വീക്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസിൻ്റെ കളക്ഷനാണ്. എല്ലാം നല്ലൊരു ക്രീം ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ദേശി ടസറിൻ്റെ ഒരു ബേസ് കളർ ഉണ്ടല്ലോ, ക്രീമും അല്ല ഒരു ഓഫ് വൈറ്റും അല്ല, അങ്ങനെ ഒരു ബേജ് അങ്ങനെ ഒരു ഷെയ്ഡിലേക്ക് വരുന്ന ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നു. ഉടുത്തു കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്ക് തോന്നുന്ന സാരീസ് ആട്ടോ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഞാൻ കാണിക്കാം. അതിനകത്ത് പിന്നെ വേറെ 1-2 മെറ്റീരിയലും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിലേക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. ഇരിക്കുന്നത് ഇതേപോലെ ഒരു ഡിസൈനാട്ടോ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നമ്മൾ ഈ സാരീസ് ഉടുത്തു കഴിഞ്ഞാലുള്ള ശരിക്കും ദേശി ടസറിൻ്റെ സാരി ഉടുത്ത് അതേ ലുക്കിൽ നിൽക്കും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വരും. അതായത് ബോഡിയിൽ ഇടയ്ക്കേ കൂടെ ഇതേപോലെ ഒരു ചെക്ക് പാറ്റേണിൽ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ, അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു അതിനകത്തൊരു മൾട്ടി കളർ ത്രെഡും ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ ത്രെഡ്. ആ ലൈറ്റ് ഗോൾഡൻ സെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാരിയായിട്ട് ഏകദേശം മാച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ ത്രെഡാണ് വന്നിരിക്കുന്നത്. ടാസൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെ ഒരു ജൂട്ട് വീവ് പാറ്റേണിലേക്ക് വന്നിരിക്കുന്ന മുന്താണി. ഞാൻ ഈ സാരി ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള സാരീസാണ്. 2850 ഒരു ജൂട്ട് വീവിങ് പാറ്റേൺ ആണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ഭയങ്കര ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഇത് നല്ല നമുക്ക് പല ഒക്കേഷനും എടുക്കാൻ പറ്റും. ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടസർ സാരി കൊടുത്ത് അതേ ഒരു ലുക്കിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നല്ലതായിട്ട് എല്ലാവരും ഇഷ്ടമുള്ള ഒരു സാരി എല്ലാവർക്കും. ഇതിൻ്റെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫായിട്ടാട്ടോ, ഹാഫ് പോർഷനിലാണ് ആ വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് കണ്ടോ, അതിങ്ങനെ ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ. ചെറിയൊരു ചെക്ക് പാറ്റേണിൻ്റെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മൾട്ടി കളറിലുള്ള വർക്കും വന്നിട്ടുണ്ട്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ എല്ലാ എംബ്രോയ്ഡറി സാരി പോലെ തന്നെ നമുക്ക് ഹാഫായിട്ടാണ് വന്നിരിക്കുന്നത്. 2850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നതും വേറൊരു ഡിസൈൻ. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ ചെക്ക് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടോ, ത്രെഡിൻ്റെ എംബ്രോയ്ഡറി വെച്ചിട്ടുള്ളൊരു ചെക്ക് പാറ്റേൺ, അതിനകത്തേ കൂടെ ചെറിയ ലൈറ്റ് ഗോൾഡൻ സെറിയുടെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും കൂടെ ഇൻ ബിറ്റ്വീനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം സെയിം തന്നെ. അടുത്തത് വരുന്നത് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക്, മൾട്ടി കളർ ത്രെഡിൽ വന്നിരിക്കുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക്. ഇതുണ്ട്, ഇതേപോലെ മൾട്ടി കളർ ത്രെഡിൽ വന്നിരിക്കുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡി വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് അതേപോലെ മൾട്ടി കളർ ത്രെഡ് വീവിൽ തന്നെ വന്നിരിക്കുന്ന ഇതേപോലെ ഡിസൈൻ. ഇത് കണ്ടോ, ഇതേപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് അതേപോലെ തന്നെ കട്ട് വർക്ക് പാറ്റേണിലേക്ക് വന്നിരിക്കുന്ന സാരി, ആ ഒരു ക്രീം ഷെയ്ഡിലേക്ക് തന്നെ. ഇത് കണ്ടോ, ഇതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ഡിസൈൻ വരും. എന്നിട്ട് അതിൻ്റെ 2 ബോർഡറിലും ഇതേപോലെ ഒരു കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതേപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി പാറ്റേൺ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2890. ഇതിൻ്റെ നമുക്ക് മുന്താണിയിലേക്ക് വരുമ്പോഴും ആ കട്ട് വർക്ക് പാറ്റേൺ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡല്ലേ ഇത്, ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഒരു കട്ട് വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ഒരു സെമി സിൽക്കിൽ വരുന്നിരിക്കുന്ന സാരീസാണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരീസ്. അടുത്തത് വരുന്ന അതിൻ്റെ സെയിം പാറ്റേൺ തന്നെ, അതിൻ്റെ കട്ട് വർക്കിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. ഇതേപോലെയാണ് കട്ട് വർക്ക് പാറ്റേൺ വരുന്നത്. ഇതിനകത്ത് കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് സെയിം തന്നെയല്ലേ. ബ്ലൗസ് ഇതിനകത്ത് കട്ട് വർക്ക് ഇല്ല അല്ലേ. ബ്ലൗസ് ഇതിങ്ങനെ ഡോട്ട് ഡിസൈൻ വന്നിരിക്കുന്ന ബ്ലൗസാണ്. ഇതിന് ജസ്റ്റ് ആ ക്രോഷ്യോ ലേസ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഉണ്ടോ ഇങ്ങനെ. അടുത്തത് വരുന്നതും
ഇതിൻ്റെ ഡിസൈൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ. മുന്താണിയിലേക്ക് വരും. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ കട്ട് വർക്ക് ആൻഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ക്രീമിൽ തന്നെ. ഇതിൻ്റെ ബോർഡർ കണ്ടത് ഇതേപോലെയാണ് ബോർഡർ വരുന്നത്. ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ചെറിയ ഇങ്ങനെ ഒരു ഹോൾസ് പോലെ, കട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോൾസ് പോലെ വരുമ്പോൾ കട്ട് വർക്കിൻ്റെ ഒരു പാറ്റേണിൽ ഇങ്ങനെ നിൽക്കും. ഇതാണ് ബോഡിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2650, 2650. സെമി സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നത് സെമി സിൽക്കിൽ ബോഡിയിൽ ഇതേപോലെ ഒരു ഓഫ് വൈറ്റ് ടോണിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. 2 ബോർഡറിലും ബോഡിയിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരും. മുന്താണിയിലേക്ക് ആ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീം കളർ സാരീസാണ് എല്ലാം തന്നെ. 2850 റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ വേറൊരു ഡിസൈൻ. ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ വരും. ഇതുകൊണ്ട് ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഡിസൈൻ വരും. മുന്താണിയിലേക്ക് വന്നിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ആ ഒരു ബോർഡർ ഡിസൈൻ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും കൊടുത്തിട്ടുണ്ട്. 2850. അടുത്ത് വരുന്നത് നമുക്ക് ഇതേപോലെ നമ്മുടെ ദേശി ടെസറിൻ്റെ എംബ്രോയിഡറി വർക്കൊക്കെ വരില്ല, അതേപോലെ. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ കണ്ടോ ഇതേപോലെ ഒരു ലൈറ്റ് സെറിയുടെ ഇങ്ങനെ ഒരു ബോർഡർ ഡിസൈൻ, ഇതേപോലെ ടെമ്പിൾ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ഇതേപോലെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്ലൂ ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ സ്ട്രൈറ്റ്സ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഈ ഒരു ടെമ്പിൾ ഡിസൈനും വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3750, 3750. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഹാഫായിട്ടായിരിക്കും കേട്ടോ. ഇതേപോലെ 3750. അടുത്തത് വരുന്നത് നമുക്ക് അതേപോലെ തന്നെ ദേശി ടെസറിൻ്റെ നമുക്ക് അതേ ഫീൽഡിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഒരു ബർഗൻഡി ടോൺ, ഒരു ഇതേപോലെ ഒരു ലാവൻഡർ, അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. മുന്താണിയിലേക്കും അങ്ങനെ തന്നെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2950. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ബോർഡർ ഡിസൈൻ വരില്ല. ഇതേപോലെ ഈ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. സ്ലീവ് എൻഡിൽ എന്നിട്ട് ഈ ഒരു വർക്ക് 2 സ്ലീവിലും കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. 2950. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്. ഇതിൻ്റെ ബോർഡറിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഒരു മോഫ് ടോൺ ആൻഡ് ഒരു ലാവൻഡർ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന ബോർഡേഴ്സ്. 2950. അടുത്തത് വരുന്നത് ഇതേപോലെ ഒരു പിങ്ക് ലാവൻഡർ, ഇതേപോലെ അടുത്ത് വരുന്ന കോട്ടയിൽ ഇത് കുറച്ചും കൂടെ കൂടിയ മെറ്റീരിയലാട്ടോ. കോട്ടയിൽ കോട്ട മെറ്റീരിയൽ നമുക്ക് പല റേറ്റിൽ വരും. ഇത് കുറച്ചുകൂടെ കൂടിയ മെറ്റീരിയലാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബോഡിയിൽ കണ്ടോ ഇതേപോലെ ഒരു ബോർഡർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് ത്രെഡാണ് കേട്ടോ, ഗോൾഡൻ സെറി ഇല്ല, ത്രെഡിൻ്റെ ഒരു വീവ് ഡിസൈനാണ് ബോർഡറിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ബോഡിയിൽ ഇതേപോലെ നല്ലൊരു പോയിൻറ്റഡ് എംബ്രോയിഡറിയും കൂടെ വരും. അതിൻ്റെ മുന്താണി വരുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ജക്കാർഡ് വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന മുന്താണി, നല്ല റിച്ച് ആയിട്ടുള്ളൊരു മുന്താണി കേട്ടോ. ഇതൊക്കെ ത്രെഡിൻ്റെ വ്യൂ ആണ് കേട്ടോ. അതേപോലെ ബ്ലൗസ് ഇങ്ങനെ വരും. ഇതും ബ്ലൗസും ത്രെഡ് വീവിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബോർഡറിൻ്റെ അതേ കളറിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3390. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ താഴെയാണ് വർക്ക് വന്നിരിക്കുന്നത്. 3390. നല്ല ബോർഡേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്രീം, നല്ല ഷെയ്ഡ്, നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. സ്റ്റാർ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അടുത്തത് വരുന്ന അതിൻ്റെ ഫ്ലവറിൻ്റെ എംബ്രോയിഡറി ഡിസൈനിലുള്ള വ്യത്യാസം. ഇത് കണ്ടോ, ഇതൊരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സെയിം തന്നെ
ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെയുള്ള ബ്ലൗസ്, ത്രെഡ് വീവ് ഡിസൈനാണ്, ഒരു ജക്കാർഡ് വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡേഴ്സും മുന്താണിയും. 3390. ഇവിടെ ഈ കളർ വ്യത്യാസം വരുന്നത് ബ്ലൗസ് പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് കളർ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രീം ഷെയ്ഡ്, അതായത് ഒരു ദേശി ടസറിൻ്റെയൊക്കെ ലുക്കിൽ നിൽക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസാണ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ വരെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്